ഡെലിവറി കഴിഞ്ഞിട്ടുള്ള റിജുവിനേഷൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോസ്മെറ്റിക് ഗൈനക്കോളജിൻ്റെ ഭാഗത്താണ് ഇത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഗൈനക്കിൻ്റെ ഒരു പുതിയ ബ്രാഞ്ചാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക ആസ്പെക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ നസ്രീനെ സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും അതിൻ്റേതായ ചേഞ്ചസ് വരാം. ഈവൻ ഹെയറിൽ വരാം, കഴുത്തിൽ വരാം, അവിടെ നിന്ന് തൊട്ട് താഴോട്ട് തന്നെ വളരെ ചേഞ്ചസ്. അബ്ഡമിന് വരാം, യോനി ഭാഗത്ത് വരാം. യോനി ഭാഗം ലൂസാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്? അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന അസുഖം ഇപ്പം ഭയങ്കര സ്പ്രെഡാവുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ തന്നെ ഒരു 45 ദിവസം, 90 ദിവസം, പിന്നെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഒരു ചെയറുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ, അതിലിരിക്കുക നിങ്ങൾ. ആ ഫെസിലിറ്റീസ് ഒക്കെ നമ്മളിവിടെ നഹാസ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾ 45-ാമത്തെ ദിവസം, 90-ാമത്തെ ദിവസം എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഇതിലിരുന്ന് കഴിഞ്ഞാൽ 11,200 എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന ഫലം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ ചിലപ്പോൾ ചില ഡെലിവറി കഴിഞ്ഞവർക്ക് തന്നെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ യൂറിൻ ലീക്കേജിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ ഈ ചെയറിലിരിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട്, ഹൈഫു എന്ന് പറയും, ഹൈ ഇൻറ്റൻസിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. വെജൈനയിൽ ഈ പ്രോബ് വെച്ചിട്ട് അതും അരമണിക്കൂർ. അത് നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് ഈ പ്രശ്നം സോൾവ് ആവും. അപ്പോൾ നമുക്കതുകൊണ്ട് ചിലപ്പോൾ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് സോൾവ് ആക്കും. പിന്നെ അബ്ഡോമൻ തന്നെ വയറ് പെൻഡുലസ് ആയിട്ടിരിക്കുന്ന അബ്ഡോമൻ, ചാടി നിൽക്കുന്ന വയറുണ്ടാവും ചില ആളുകൾക്ക്. അപ്പോൾ അത് 90 കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ എംസ്കൾപ്റ്റ് ബോഡി ഷേപ്പർ ഉണ്ട്, അത് വെച്ചിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ കുറേ വന്നു കഴിഞ്ഞൊരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടൊന്നും ചെയ്യുമ്പോൾ അത്ര ഇഫക്റ്റ് ഉണ്ടാവില്ല. ആ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാരും ഇവിടെ വരാറുണ്ട്, വയറ് ചാടിയിട്ടും വയറ് മറ്റേ ഭയങ്കര കുറച്ച് വികൃതമായിട്ടൊക്കെ ഇരിക്കും വയറ്, ഭയങ്കര പെൻഡുലസ് എന്ന് പറഞ്ഞാൽ മസില് വീക്കായിരിക്കും അവർക്ക്. മസില് റെക്ടസ് മസില്, നമ്മുടെ അബ്ഡോമിനിൽ റെക്ടസ് മസില്, റെക്ടസ് ഷീത്ത് മസില്, ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ലൂസായി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചാടി നിൽക്കുമ്പം, കിടക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതെല്ലാം കൂടെ ചാടി വരും. അപ്പം അതിന് ഇത് ഒരു പരിധി വരെ ഇത് തടയും. മുൻകരുതൽ എന്നുള്ള രീതിയിൽ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് വലിയ വലിയ സർജറിയിലേക്കോ ഇതിലൊക്കെ പോകേണ്ട സിറ്റുവേഷന് ഒരു പരിധി വരെ ഇത് തടയും. മസിൽ ടൈറ്റാക്കുന്ന പരിപാടിയാണ് ഈ എംസ്കൾപ്റ്റ്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, വെജൈനൽ റിജുവിനേഷനിൽ വെജൈനൽ മസിൽ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടുത്തെ മസിൽ ടൈറ്റാക്കാൻ ഡെലിവറി കഴിഞ്ഞവരെ മാത്രമാണ് ഞാനിപ്പം ഇന്ന് ഊന്നി പറയുന്നത്. ഡെലിവറി കഴിയുന്ന ആൾക്കാരാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഈ പ്രോബ്ലംസ് ആദ്യമേ വരിക. അപ്പം ഈ സമയത്താണ് നിങ്ങൾ അതിനുള്ള ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഒരു 45 ദിവസത്തിലോ അല്ല 90-ാമത്തെ ദിവസം, പിന്നെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം അതിന് നിങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ സ്പെൻഡ് ചെയ്യണം.